വെള്ള വസ്ത്രങ്ങൾ എപ്പോഴും നല്ല വെളുത്ത് തന്നെ ഇരിക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. എന്നാൽ പലപ്പോഴും നമ്മുടെ വെള്ള വസ്ത്രങ്ങളുടെ നിറമൊക്കെ മങ്ങിപ്പോകാറുണ്ട്. അത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടോ, അതും അല്ലെങ്കിൽ കറ പിടിച്ചോ ഒക്കെ വിയർപ്പിൻ്റെ സ്റ്റെയിനൊക്കെ കൊണ്ടോ നമ്മുടെ തുണികളുടെയൊക്കെ നിറം മങ്ങി അതിൻ്റെ പുതുമ അങ്ങ് നഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും വെളുത്ത വസ്ത്രങ്ങളാകുമ്പോൾ. ഈ വെളുത്ത വസ്ത്രങ്ങളിൽ കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഉപയോഗിക്കാനൊരു മടിയുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാതിരിക്കേണ്ട. നമുക്ക് ഈ കറ പിടിച്ചതും അതുപോലെ നിറം കുറഞ്ഞതുമായ വെളുത്ത വസ്ത്രങ്ങളൊക്കെ പുതുപുത്തനാക്കി എടുക്കാം. അങ്ങനെയുള്ളൊരു വീഡിയോ ആണിന്ന്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തുണി മുക്കരുത്. നമുക്ക് ഈ തിളച്ച വെള്ളത്തിനെ ഒന്ന് ചെറിയ ഒരു മീഡിയം ചൂടുള്ളതാക്കി മാറ്റാം. അതുപോലെ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ചൂട് കുറച്ചെടുക്കാം. ചൂട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂട് കുറഞ്ഞു പോകരുത്. നമ്മുടെ കൈയൊക്കെ മുക്കിയാൽ പൊള്ളാത്ത ഒരു പാകത്തിലുള്ള ചൂടായിരിക്കണം വേണ്ടത്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഏത് ഡിറ്റർജൻ്റാണോ ഉപയോഗിക്കുന്നത് തുണി കഴുകാൻ, അത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് ഡിറ്റർജൻറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് തുണിയാണോ എത്ര തുണി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു 2 ബനിയനും അതുപോലെ ഇന്നർ ബനിയനും അതുപോലെ ഒരു തോർത്തുമാണ് ഇട്ട് കൊടുക്കുന്നത്. തോർത്തിൽ കറയൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ കുറച്ച് ഒരു 2 ആഴ്ച ഉപയോഗിച്ചൊരു തോർത്താണ്. പക്ഷേ അതൊരു നിറമൊക്കെ മങ്ങി, പുതിയ തോർത്തെടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ മങ്ങി, ഒരു കളറൊക്കെ ഒന്ന് ഫെയ്ഡായ പോലെ തോന്നി. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനും ആ ഒരു പുതുമയോടെ എടുക്കാനും ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു തോർത്തുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തോർത്തും ആ 2 ബനിയനും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബനിയന് ഒരു പഴയ ബനിയനാണ്. അത് പക്ഷേ കളറൊക്കെ നല്ലപോലെ മങ്ങിയൊരു ബനിയനാണ്. അതുകൊണ്ട് അതൊരു ഡാർക്ക് കളറിൽ കാണുന്ന ആ ബനിയനാണ്. ഇത് ഞാൻ ഈ സോപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ പുതിയ തോർത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ ബനിയനും ഇതിലേക്കൊന്ന് മുക്കി വയ്ക്കുകയാണ്. ഇത് മൂന്നും നമുക്ക് സോപ്പ് വെള്ളത്തിലേക്ക് നന്നായി മുക്കി കൊടുക്കാം. ഇതാ പഴയ ബനിയനാണ്. അതിൻ്റെ നിറം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് പുതിയ ബനിയനുമാണ്, തോർത്തുമാണ്. അതുപോലെ പുതിയൊരു ബനിയനും ഉണ്ട്. പുതിയ ബനിയനിൽ ചെറുതായിട്ടൊന്ന് കളറ് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ മറ്റേതോ തുണികളിൽ കൂടിയിട്ട് കഴുകുമ്പോൾ ചെറിയ ലൈറ്റായിട്ട് പിടിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു കളർ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കളർ കാണാമെന്ന് വിചാരിക്കുന്നു. ചിലർക്കൊക്കെ ഈ വൈറ്റ് ബനിയനായതുകൊണ്ട് ഈ കളറ് ഇരിക്കുന്നത് ഒരു അസ്വസ്ഥതയായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കളറൊന്ന് കളഞ്ഞെടുക്കുകയാണ്. അതുപോലെ ഈ ബനിയനാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാനായിട്ട് എടുത്ത് വെച്ചതാണ്. കാരണം അത് ഒരുപാട് ഇവിടെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് ഒരുപാട് അതിൻ്റെ കളറൊക്കെ അങ്ങ് ഡാർക്കായിപ്പോയി. ഹാർഡ് വാട്ടറിൽ കഴുകിയാൽ ഈ വെള്ള തുണികൾ ഒരിക്കലും നല്ല നിറം വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മാസത്തിലൊരിക്കലോ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണ് സോഡാപ്പൊടിയാണ്. സോഡാ പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ 3 തുണി എടുക്കുന്നതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ തുണിയിലേക്കൊക്കെ വീണ് ബേക്കിംഗ് പൗഡറും അതുപോലെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത സോപ്പ് പൊടിയും എല്ലാം കൂടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ചിടാം. പക്ഷേ അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഇട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പ്രവർത്തനം നടന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ തുണിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നടക്കാൻ, അതായത് തുണിയിൽ ഈ പ്രവർത്തനം കൂടി നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ തുണി ഇട്ടതിന് ശേഷം മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അതുകൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഇതിലേക്ക് പ്രവർത്തനങ്ങളൊക്കെ നടന്ന് രാസപ്രവർത്തനം നടന്ന് നമ്മുടെ തുണിയിലത്തെ കറയും അഴുക്കും ഒക്കെ ഇളകാൻ തുടങ്ങുന്നത്. അതിനായി ഞാൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം വിനാഗിരിയാണ്. സോഡാപ്പൊടിയും വിനാഗിരിയും ചേർന്നിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണിത്. ഇത് നമ്മൾ സോപ്പ് പൊടിയും അതുപോലെ സോഡാപ്പൊടിയും വിനാഗിരിയും കൂടെ 3ഉം കൂടെ ചേരുമ്പം നല്ലൊരു രാസപ്രവർത്തനം നടന്നിട്ട് നമ്മുടെ ഡ്രസ്സിലുള്ള അഴുക്കും കറകളും അതുപോലെ
നമ്മുടെ വിയർപ്പിൻ്റെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി തുണി നല്ല പുതിയതുപോലെയാവും. നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട്, ഇനി നമ്മൾ കൈയിട്ട് കഴുകണ്ട, നമുക്ക് മറ്റൊരു എന്തെങ്കിലും ഒരു തടി കൊണ്ടോ കോല് കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയൊന്ന് തുണിയെല്ലാം നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ നമ്മളൊരു 2 മണിക്കൂർ 3 മണിക്കൂർ എങ്കിലും വെക്കണം. അരമണിക്കൂറൊന്നും വെച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടക്കുമെന്നോ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വൃത്തിയായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 3 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇതിൽ അഴുക്കൊക്കെ ഇളകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തോർത്തൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട്, ബനിയനും നല്ല കളർ വന്നിട്ടുണ്ട്. പിന്നെ ബനിയനിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ കല്ലിൽ കഴുകിയെടുക്കും. ഇനി ഇത് നമ്മൾ അധികം ഉരയ്ക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. നമ്മുടെ തോർത്തും അതുപോലെ പഴയ ബനിയനൊക്കെ നോക്കിയാൽ നല്ല കളർ വന്നിട്ടുണ്ട്. ആ കറുത്ത കളറങ്ങ് മാറിയിട്ട് നല്ലൊരു, ഒരുപാട് വെളുത്തമെന്ന് പറയുന്നില്ല, ഒരുപാട് നല്ല വൈറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൈകൊണ്ട് തിരുമ്മേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി തിരുമണം എന്നുള്ളവരാണെങ്കിൽ കല്ലിലൊക്കെ തിരുമ്മിയെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും തിരുമ്മിയെടുക്കാം. പക്ഷേ അങ്ങനെ തിരുമ്മേണ്ട ആവശ്യമൊന്നുമില്ല. കളറുകളോ അതുപോലെ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്കിതിനി നമ്മൾ സാധാരണ കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ സാധാരണ വാഷിംഗ് മെഷീനിലിട്ടാണ് കഴുകുന്നത്. ഇവിടെ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകിയെടുത്തിരിക്കുന്നതാണ്. വെളുത്ത മുണ്ടൊക്കെ ഉള്ളവരാണെങ്കിലും ഇങ്ങനെ തന്നെ കഴുകിയെടുക്കാം. മുണ്ടിലത്തെ കറകളോ അങ്ങനെയുള്ള എന്തെങ്കിലും പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കറ, അങ്ങനെ തുരുമ്പ് കറ എന്നൊക്കെ പറയല്ലേ, അങ്ങനെ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മുടെ 2 ബനിയൻ, പഴയ ബനിയനാണ്, അതൊക്കെ നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഉണങ്ങിയെടുത്തിട്ട് പിന്നെ ഞാൻ കാണിക്കാം. ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാൻറ്റിലെ കറ കളയുന്നത്, കറയല്ല, അതൊരു മറ്റൊരു തുണിയുടെ കളർ പിടിച്ചതായിരുന്നു, അത് കളയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതാണ് നമ്മൾ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നേരത്തേലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ പഴയ ബനിയനും പുതിയ ബനിയനും ഒക്കെ ഉള്ളത് കളറിൻ്റെ നമ്മുടെ തോർത്തൊക്കെ ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. തോർത്ത് അതുപോലെ നമ്മുടെ ബനിയനൊക്കെ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ 100K കടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ടുമാണ് അത്രയുമൊക്കെ എനിക്ക് വ്യൂസ് കിട്ടാനായിട്ട് സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും തുടർന്നുള്ള സപ്പോർട്ട് എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ തുണി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. മുണ്ടൊക്കെ ആണെങ്കിൽ പശമൊക്കെ നല്ല വടി പോലെ നല്ല വൃത്തിയായിട്ട് നല്ല പളപളാന്നിരിക്കും. അപ്പോൾ നമ്മുടെ വെള്ള തുണികളൊക്കെ ഇനി ഒരിക്കലും നിറം മങ്ങിയെന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട. ഇതുപോലെ ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ, വിനാഗിരി ഉണ്ടാവും, അതുപോലെ സോഡാപ്പൊടിയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ നമ്മുടെ വെള്ള തുണികൾ നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.